പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാത്തതുൾപ്പെടെ പ്രവർത്തനം അവതാളത്തിലായി കാലടി സർവകലാശാല. സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി സർവകലാശാല ഓഫീസിൽ നിരന്തരം കയറിയിറങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലടി സർവകലാശാലയിൽ SFI അനിശ്ചിതകാല സമരം തുടരുകയാണ്. പക്ഷേ എനിക്ക് ഇന്നാണ് ഇൻ്റർവ്യൂ. എന്നാൽ ഇന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. നിലവിൽ നമുക്ക് ഇവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാതെ ഞാൻ എങ്ങനെ ഈ ജോബ് വേക്കൻസിക്ക് പോകാനാണ്? കാലടി സർവകലാശാലയിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങിയ ശിവപ്രസാദിന്റെ അവസ്ഥയാണിത്. സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ ഇന്റർവ്യൂവിന് പോലും പോകാനായില്ലെന്ന് ശിവപ്രസാദ് പറയുന്നു. സർട്ടിഫിക്കറ്റിനായി സർവകലാശാല ഓഫീസ് പലതവണ കയറിയിറങ്ങിയ വിദ്യാർത്ഥികളോട് അധികൃതർ പറയുന്നത് വിചിത്ര ന്യായം. ഇവിടുന്ന് കോഴ്സ് ചെയ്തു പോയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റിട്ടയർ ആയ കുറേ ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഒപ്പിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രിന്റഡ് ആണ്. ഈ പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള കാര്യം തന്നെ നേടിയെടുക്കാൻ ഞങ്ങൾ കുറേ സമരം ചെയ്ത് അതുവരെ കയ്യെഴുത്ത് പ്രതിയായിട്ടാണ് തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇത് സമരം ചെയ്ത് നമുക്ക് കിട്ടിയിട്ട് ഇനി അതിൽ ഒപ്പിടണമെങ്കിൽ, അതായത് ഈ റിട്ടയർ ആയ ഉദ്യോഗസ്ഥരാണല്ലോ, അപ്പോൾ ഒപ്പിടണമെങ്കിൽ അവർ നമ്മളെങ്ങനെ കൊണ്ടുവരണം? ഇനി വിദ്യാർത്ഥികൾ പോയിട്ട് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഗവർണറുടെ നോമിനിയായ സിസ തോമസ് കാലടി സർവകലാശാല VC ആയി ചുമതലയേറ്റ ശേഷം ഈ വഴിക്ക് വരാറേയില്ലെന്നാണ് ആക്ഷേപം. 18 ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമായിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ സമരം ചെയ്ത SFI പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടപ്പിച്ചുവെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കൊച്ചി.